അവൻ്റെ പൊസിഷനുകളെ ദൈവം ഇവിടെ മാറ്റി. പക്ഷേ അവിടെ എന്താ സംഭവിച്ചതെന്നറിയാവോ? ആ ഒരു തലമുറയെ, ആ ഒരു ജനറേഷനെ എന്താ ചെയ്തത്? ഈ യാക്കോബിൻ്റെ ആ ഒരു മക്കളുടെയും അവരുടെ തലമുറകളെ പിന്നെ എന്താ സംഭവിച്ചത്? അവിടെ മിസ്രൈമിൽ അടിമകളായിട്ട് ഇരിക്കേണ്ടി വന്നു. 430 വർഷം അവരെന്താണ് അവിടെ അടിമകളായിട്ട്, മിസ്രൈമിൽ അടിമകളായിട്ട് ഇരിക്കേണ്ടി വന്നു. ഓർക്ക് ഇതെന്തിനാ ഈ അടിമത്തം വന്നത്? ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത് ഇവിടെ യാക്കോബ് അല്ലെ നമ്മുടെ അബ്രാഹമിനോട് പറയുന്നത് എന്താണ്? അബ്രാഹമിനോട് പറയും ഒരു ഉടമ്പടി അല്ലേ, ഉടമ്പടി ചെയ്തപ്പോൾ കുറുപ്രാവിനെ പിളർന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു ആണ്, സത്യമാണ്. അപ്പോഴാണല്ലോ ദൈവം അവിടെ പറഞ്ഞത് നിന്റെ സന്തതി എങ്ങോട്ട് പോകും, ഇതുപോലെ തന്നെ അടിമകളായിട്ട് പോകുമെന്നുള്ള കഥയൊക്കെ ദൈവം അവിടെ നിന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ യാഗത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു എന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് പെട്ടെന്ന് ഈ ഒരു സംഭവം എൻ്റെ മനസ്സിലൊരു ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ട് ഒരു ചെറിയ യാഗത്തിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഇവരെ 430 വർഷം ഒരു തലമുറയെ ഇങ്ങനെ അടിമകളാക്കി ഇടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ കുറേ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്തൊക്കെ കേട്ടിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും എനിക്ക് അതിലൊരു തൃപ്തിയായ ഉത്തരം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു മെസ്സേജ് ദൈവം എൻ്റെ ഉള്ളിലോട്ട് തന്നത്. എന്ന് വെച്ചാൽ എന്നെ ഒന്ന് പഠിപ്പിച്ചതാണ്. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇവർ 430 വർഷം അവിടെ അടിമയായിട്ട് പോകേണ്ടി വന്നതെന്നറിയുമ്പോൾ യോസേഫിനെ എങ്ങോട്ടാണ് വിറ്റത്? യോസേഫിനെ അടിമയായിട്ടാണ് വിറ്റത് അല്ലേ? യോസേഫിനെ തൻ്റെ സഹോദരന്മാരെ അടിമയായിട്ട് അവനെ വിറ്റ് കളഞ്ഞപ്പോൾ ദൈവം അവരുടെ തലമുറകളെയും എന്താക്കി? അടിമയായിട്ട് ദൈവം മാറ്റുവാനായിട്ടിടയായി. ഓർക്കുക, ഒറ്റ വ്യക്തിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതാണ്. ഒറ്റ വ്യക്തിക്ക് വേണ്ടിയായിരുന്നു 430 വർഷം അവരുടെ തലമുറകൾ അടിമത്തത്തിൽ കിടക്കേണ്ടി വന്നത്. അപ്പോൾ ഒറ്റ വ്യക്തിക്ക് വേണ്ടി ദൈവം ഇറങ്ങും അല്ലേ? ദൈവം ഇറങ്ങും, ഒരാൾക്ക് വേണ്ടി ഇറങ്ങും. കണക്കുകളൊന്നും ദൈവം മാറ്റി വെക്കത്തില്ല കേട്ടോ. കണക്കുകളൊക്കെ ദൈവത്തിൻ്റെ പുസ്തകത്തിനകത്ത് ദൈവം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾക്കറിയാം അവരെ അവിടുന്ന് ദൈവം വിടുവിച്ചു അല്ലേ? എൻ്റെ ജനത്തിൻ്റെ കഷ്ടം ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് മോശയുടെ നേതൃത്വത്തിൽ അവരെ കൊണ്ടുവന്നെങ്കിലും അവരെന്താണ് മരുഭൂമിയിൽ അവർ വീണ്ടും പട്ടുപോകുവാനായിട്ടൊക്കെ ഇടയായി. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? നമ്മളുടെയും ക്വസ്റ്റ്യൻ അല്ലേ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ? എൻ്റെ കണക്കൊക്കെ ദൈവം പഴയ കണക്കുകളൊക്കെ നമ്മൾ പോലും ചിലപ്പോൾ നമ്മൾ കരഞ്ഞത്, നമ്മൾ ഒറ്റപ്പെട്ടത്, നമ്മളെ നിന്ദിച്ചത്, നമ്മളെ പരിഹസിച്ചത്, നമ്മൾക്കെതിരെ കുറ്റങ്ങൾ ചുമത്തിയത്, ഇതൊക്കെ നമ്മൾ വിചാരിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോലും അതൊക്കെ അങ്ങ് മറക്കും അല്ലേ? കാരണം അത് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന വലിയൊരു അനുഗ്രഹമായി മറവി എന്ന് പറയുന്നത്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ മറക്കും. കുറേയൊക്കെ മനസ്സിനേറ്റ മുറിവാണെങ്കിൽ അതവിടെ അതിൻ്റെ അടിത്തട്ടിൽ അങ്ങ് കിടക്കും. ഓക്കെ, പക്ഷേ ഓർക്കുക, നമ്മൾ മറന്നാലും നമ്മളുടെ കണ്ണുനീര് തുരുത്തിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞത് കേട്ടോ. നമ്മളുടെ കണ്ണുനീര് തുരുത്തിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം കണക്ക് ചോദിച്ചിരിക്കും, നമ്മൾക്ക് വേണ്ടി കണക്ക് ചോദിച്ചിരിക്കും. ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ദൈവം കണക്ക് ചോദിച്ചിരിക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ, എൻ്റെ അടിമത്വം അല്ലെങ്കിൽ എൻ്റെ കാരാഗ്രഹം എന്ന് വെച്ചാൽ ഒറ്റപ്പെടലുകൾ,